Good morning to all. Voice okay അല്ലേ? ഖദീജ മിസ് വോയിസ് ഓക്കെയാണ്. മിസ് എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ സാർ. ഓക്കെ മിസ്, ഞാൻ ലീവ് ചെയ്യണം. താങ്ക് യു. ഓക്കെ ഓക്കെ.
Okay, so good morning. So in the last class, we have studied about methods for handling. We have just started about how to handle deadlocks. Okay, so first point is that methods for handling deadlock. First point is that ensure that the system will never enter into a deadlock state. Okay, we have to ensure that system won't enter into a deadlock state. So for that, we have deadlock prevention and deadlock avoidance. Okay, either prevent deadlock or avoid deadlock. So we have to study the strategies in deadlock prevention and deadlock avoidance. And next point is that allow the system to enter a deadlock state and then recover. That is, the system will enter into the deadlock state and you have to perform recovery. Okay. Then third is that ignoring the problem. Okay. These are the 3 steps for handling deadlock. So here the question will come from how to prevent deadlock, what is deadlock avoidance and deadlock recovery. Okay, so we have to study about deadlock prevention. Okay, so we have just started deadlock prevention. What was deadlock prevention? We know that there are 4 conditions for deadlock. Okay, that 4 conditions should simultaneously occur in a system. So at that time, we can say that deadlock will occur. ഓക്കെ ഏതൊക്കെയായിരുന്നു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഹോൾഡ് ആൻഡ് വെയിറ്റ് നോ പ്രിയംഷൻ സർക്കുലർ വെയിറ്റ് ഇതാണ് 4 കണ്ടീഷൻസ് സോ ഇത് ഒരുമിച്ച് വരുവാണെങ്കിൽ ദർ ഇസ് എ ഡെഡ്ലോക്ക് ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ പ്രിവെന്റ് ദ ഡെഡ്ലോക്ക് ഓക്കെ ഇഫ് ഓൾ ദീസ് 4 കണ്ടീഷൻസ് കംസ് ടുഗദർ ദെൻ ദർ ഇസ് എ ഡെഡ്ലോക്ക് ആൻഡ് ഹൗ ടു പ്രിവെന്റ് ദാറ്റ് ഈ 4 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ then there won't be a deadlock. Okay, so we have to study about first of all mutual exclusion. Okay, so in deadlock prevention just study the previous 4 points. Okay, mutual exclusion, hold and wait, no preemption, circular wait. But here at least one condition should not hold. Okay, so what is mutual exclusion? Mutual exclusion means you have to perform the mutual exclusion condition. Actually it must hold for non shareable resources. അതായത് ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു പ്രിന്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഷെയറബിൾ റിസോഴ്സ്. സോ അറ്റ് എ ടൈം വൺ പ്രോസസ് ഷുഡ് യൂസ് ദ പ്രിന്റർ. ഓക്കെ, അപ്പൊ അവിടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ മസ്റ്റ് ഹോൾഡ് ഫോർ നോൺ ഷെയറബിൾ റിസോഴ്സസ്. ഇത് എന്തായാലും ഹോൾഡിംഗ് കണ്ടീഷനാണ്. ഇനി ബാക്കി 3 കണ്ടീഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് അല്ലെങ്കിൽ ഡെഡ്ലോക്ക് പ്രിവെന്റ് ചെയ്യാം. സോ മ്യൂച്വൽ എക്സ്ക്ലൂഷന്റെ കേസിൽ ഷെയറബിൾ ഫയലും ഉണ്ട്, നോൺ ഷെയറബിൾ ഫയലും ഉണ്ട്. ഓക്കെ, ഷെയറബിൾ ഫയലിന്റെ കേസിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഷുഡ് ഹോൾഡ്. ദാറ്റ് ഈസ് അറ്റ് എ ടൈം ഓൺലി വൺ പ്രോസസ് ഷുഡ് ആക്സസ് ദ റിസോഴ്സ്. ഓക്കെ, ഒരാൾ മാത്രം. എക്സാമ്പിൾ പ്രിന്റർ നോക്കിയാൽ മതി. കാരണം ഒരു സിസ്റ്റത്തിൽ കുറേ പ്രോസസ് ഉണ്ടെങ്കിൽ ദെൻ ഇഫ് ദ സിസ്റ്റം ഇസ് കണക്റ്റഡ് ടു ഓൺലി വൺ പ്രിന്റർ, okay, then at a time only one process should access that printer. ഒരാൾ മാത്രമേ പ്രിന്റ് കൊടുക്കാൻ പാടുള്ളൂ. ആ പ്രിന്റ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ആളുടെ വർക്ക് ചെയ്യാം. സോ അറ്റ് എ ടൈം ഒരാൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഓക്കെ, സോ നോൺ ഷെയറബിൾ ഫയൽ ആണെങ്കിൽ, നോൺ ഷെയറബിൾ റിസോഴ്സസ് ആണെങ്കിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ മസ്റ്റ് ആണ്, ഹോൾഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷന്റെ കേസ്. ഇനി ഹോൾഡ് ആൻഡ് വെയിറ്റിന്റെ കേസിൽ, ഓക്കെ, വാട്ട് ഇസ് ഹോൾഡ് ആൻഡ് വെയിറ്റ്? ഇത് നമുക്ക് ഹോൾഡ് ചെയ്യുന്ന നിർബന്ധമില്ല. ഓക്കെ, മ്യൂച്വൽ എക്സ്ക്ലൂഷന്റെ കേസിൽ നമുക്കറിയാം യു ഹാവ് ടു ഹോൾഡ് ദാറ്റ് കണ്ടീഷൻ. ഇപ്പോൾ ഡെഡ്ലോക്ക് പ്രിവെൻഷനിൽ 4 കണ്ടീഷനാണ്. ഇതിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ നിർബന്ധമായിട്ടും ഹോൾഡ് ആയിരിക്കണം. സോ ലെഫ്റ്റ് ഈസ് അതർ 3 കണ്ടീഷൻ. സോ അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് അല്ല എന്നാണെങ്കിൽ യു ക്യാൻ പ്രിവെന്റ് ഡെഡ്ലോക്ക്. ഓക്കെ, സോ വാട്ട് ഇസ് ഹോൾഡ് ആൻഡ് വെയിറ്റ്? ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രോസസ്സിന് ഒരു റിസോഴ്സ് വേണം. ആ റിസോഴ്സ് വേറെ ആരുടെയോ കയ്യിലാണുള്ളത്. സോ ഇറ്റ് ഷുഡ് വെയിറ്റ് അല്ലെ? അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. എ പ്രോസസ് ഇസ് ഹാവിംഗ് സം റിസോഴ്സസ് വിത്ത് ഹിം ആൻഡ് ഹി ഈസ് റിക്വസ്റ്റിംഗ് ഫോർ അഡീഷണൽ റിസോഴ്സസ്. അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. സോ ഒരു സിസ്റ്റത്തിൽ ഹോൾഡ് ആൻഡ് വെയിറ്റ് ഇല്ല എന്ന് എങ്ങനെയാണ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുക? വി ഹാവ് ടു പ്രൊവൈഡ് സം ടെക്നിക്സ്.
ഓക്കെ, ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്ക്. ഓക്കെ, അതിൽ എന്താണ് ടെക്നിക്ക്? വൺ ടെക്നിക് ഇസ് ദാറ്റ് ഈച്ച് പ്രോസസ് ഷുഡ് അലോക്കേറ്റ് ഓൾ ഇറ്റ്സ് റിസോഴ്സസ് ബിഫോർ എക്സിക്യൂഷൻ. ഒരു പ്രോസസ്സ് എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? എല്ലാ റിസോഴ്സസും കയ്യിൽ വെക്കുക. ഓക്കെ, അതാകുമ്പോൾ ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ഒരു 3 പ്രോസസ് ഉണ്ട്, 10 റിസോഴ്സസും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രോസസ്സിന് 5 റിസോഴ്സസ് വേണം ആണെങ്കിൽ ആ 5 റിസോഴ്സും കയ്യിൽ വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദിസ് ഈസ് വൺ ക്രൈറ്റീരിയ. ഓക്കെ, ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആക്ച്വലി ഹോൾഡ് ആൻഡ് വെയിറ്റ് മീൻസ് ദ പ്രോസസ് ഇസ് ഹാവിംഗ് സം റിസോഴ്സസ്, ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ സം അഡീഷണൽ റിസോഴ്സസ് ഫോർ എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ആ ഹോൾഡ് ആൻഡ് വെയിറ്റ് നമുക്ക് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ട്, ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊവൈഡ് സം ടെക്നിക്സ്. അതിൽ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിന് ഇപ്പം 5 റിസോഴ്സസ് വേണം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 5 റിസോഴ്സസും ഇനീഷ്യലി ഹോൾഡ് ചെയ്ത് വെക്കുക, ഇനീഷ്യലി കയ്യിൽ വെക്കുക. ദെൻ ഇറ്റ് ക്യാൻ പെർഫോം എക്സിക്യൂഷൻ. So there won't be any hold and wait, so that you can avoid or you can prevent deadlock. Okay, hold and wait ഇല്ലാന്നാണെങ്കിൽ you can prevent deadlock, because എന്താ, ഈ 4 കണ്ടീഷനും ഒരുമിച്ച് വന്നാൽ മാത്രമേ ഡെഡ്ലോക്ക് വരുള്ളൂ. സോ ഹോൾഡ് ആൻഡ് വെയിറ്റ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ല, സോ യു ക്യാൻ പ്രിവെന്റ് ഡെഡ്ലോക്ക്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അതാണ്, റിസോഴ്സ് മുഴുവനും ഫസ്റ്റ് തന്നെ കയ്യിൽ വെക്കുക, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, and another technique, second technique is that ഒരു പ്രോസസ്സിന്റെ കയ്യിൽ ഓക്കെ 3 റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, 3 റിസോഴ്സസ് അപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 റിസോഴ്സസ് കയ്യിലുണ്ട്, അവരുടെ വർക്ക് കഴിഞ്ഞ് അവരെ റിലീസ് ചെയ്യുക. ഓക്കെ, റിലീസ് ചെയ്തിട്ട് ഇനി അടുത്ത റിസോഴ്സ് എന്താണോ വേണ്ടത് അത് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് എ പ്രോസസ് ക്യാൻ യൂസ് റിസോഴ്സസ് ആൻഡ് ഇറ്റ് ക്യാൻ റിലീസ് ദാറ്റ് റിസോഴ്സസ് ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം? അതർ റിസോഴ്സസിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാം. ഓക്കെ, സോ അതാണ് സെക്കൻഡ് ടെക്നിക്ക്. ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റിസോഴ്സസും ഫുൾ റിസോഴ്സസും എന്ത് ചെയ്യുക? ഒരുമിച്ച് ഫസ്റ്റ് തന്നെ കയ്യിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് അവർ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടെക്നിക്ക്. സെക്കൻഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ആവശ്യമുള്ള റിസോഴ്സസ് എടുത്തിട്ട് വർക്ക് ചെയ്യുക, അവരുടെ വർക്കിംഗ് കഴിഞ്ഞ് റിലീസ് ചെയ്യുക. നെക്സ്റ്റ് എന്താണോ റിസോഴ്സസ് വേണ്ടത് അത് എടുക്കുക, റിലീസ് ചെയ്യുക. അങ്ങനെ ഒരുമിച്ച് എല്ലാം കൂടെ കയ്യിൽ വെക്കണ്ട, ജസ്റ്റ് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് റിലീസ് ചെയ്യുക. ഇതാണ് 2 ടെക്നിക്ക് ടു അവോയ്ഡ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഓക്കെ, ഇതാണ് ടെക്നിക്ക് വരുന്നത്. സോ ഹിയർ ദ പ്രോബ്ലം ഈസ് ലോ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റാർവേഷൻ. സ്റ്റാർവേഷൻ ചാൻസ് ഉണ്ട്, അതുപോലെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ പുവർ ആണ്. ഇതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റിൽ വരുന്ന കേസ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എ DVD ഡ്രൈവ്, ഓക്കെ, ഒരു DVD ഡ്രൈവ് ഉണ്ട് കയ്യിൽ, യു ഹാവ് എ ഫയൽ ഓൺ ദ ഡിസ്ക്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഡ്രൈവ് നിന്ന് ഡിസ്ക് ഫയലിലോട്ട് ഡാറ്റ മാറ്റണം. ഓക്കെ, ആൻഡ് യു ഹാവ് ടു പെർഫോം സം സോർട്ടിംഗ് ഓൺ ദാറ്റ് ഫയൽ ആൻഡ് യു ഹാവ് ടു പ്രിന്റ് ദ റിസൾട്ട് ഇൻ ടു എ പ്രിന്റർ. ഓക്കെ, യു ഹാവ് ദ റിസോഴ്സസ് DVD ഡ്രൈവ്, ഫയൽ ഉണ്ട് ഓൺ എ ഡിസ്ക്. ഓക്കെ, യു ഹാവ് ടു പെർഫോം സോർട്ടിംഗ് ആൻഡ് യു ഹാവ് ടു പ്രിന്റ് ദ റിസൾട്ട് ഇൻ പ്രിന്റർ. ഇത് 4 കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലെ റിസോഴ്സസ് ഏതൊക്കെയാണ്? DVD ഡ്രൈവ്, ഫയൽ, ദെൻ പ്രിന്റർ. ഇതൊക്കെയാണ് റിസോഴ്സസ്. അപ്പോൾ ഹോൾഡ് ആൻഡ് വെയിറ്റിന്റെ ഫസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഈ എല്ലാ റിസോഴ്സസും ഒരുമിച്ച് കയ്യിൽ വെക്കുക, എന്നിട്ട് വർക്ക് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ, പ്രിന്റിംഗ് കഴിഞ്ഞതിന് ശേഷം യു ക്യാൻ റിലീസ് ഓൾ ദ റിസോഴ്സസ്. ഇതാണ് ഫസ്റ്റ് ടെക്നിക്ക്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് സെക്കൻഡ് ടെക്നിക്? സെക്കൻഡ് ടെക്നിക് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ പ്രോസസ് എന്ത് ചെയ്യുക? DVD ഡ്രൈവും ഫയല്, ആ ഫയല് മാത്രം എടുക്കുക. കാരണം പ്രിന്റിംഗ് എന്ന് പറയുന്നത് ലേറ്റർ സ്റ്റേറ്റിലാണ്. സോ ഇനീഷ്യലി ടേക്ക് ദ DVD ഡ്രൈവ് ആൻഡ് ഡിസ്ക്. ഓക്കെ, കോപ്പി ദ കണ്ടന്റ് ഓഫ് DVD ഡ്രൈവ് ടു ഡിസ്ക്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ആ റിസോഴ്സിനെ റിലീസ് ചെയ്ത് കളയാം. ഓക്കെ, ആ സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? സോർട്ടിംഗ് ആണ്. സോർട്ടിങ്ങിന്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് എന്ത് വേണം? ആ ഫയൽ വേണം. സോ ടേക്ക് ദാറ്റ് ഫയൽ അഗെയിൻ, സോർട്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സോർട്ട് ചെയ്തതിന് ശേഷം ഫയലിനെ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രിന്റിംഗ്. പ്രിന്റിങ്ങിന് എന്ത് വേണം? ഫയലും വേണം, പ്രിന്ററും വേണം. ഓക്കെ, ഫയൽ ആൻഡ് പ്രിന്റർ. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യുക? ഫയലും പ്രിന്ററും എടുക്കുക, ദെൻ റിലീസ് ദാറ്റ്.
അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും ചെയ്യാം. സോ ദിസ് ഈസ് ദ 2 ടെക്നിക്സ്. വിത്ത് എൻ എക്സാമ്പിൾ ആകുമ്പോഴേ ക്ലിയർ ആവുള്ളൂ. ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു? DVD ഡ്രൈവ്, ഡിസ്ക്, പ്രിന്റർ ഒരുമിച്ച് എടുക്കുക, ലാസ്റ്റ് മാത്രം റിലീസ് ചെയ്യുക. സെക്കൻഡ് കേസിൽ എന്താണ്? ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് കോപ്പിയിങ് ആണ്. സോ കോപ്പിയിങ്ങിന് ആവശ്യമുള്ള റിസോഴ്സ് എടുക്കുക, ദെൻ യു ക്യാൻ റിലീസ് ദാറ്റ്. നെക്സ്റ്റ് സോർട്ടിങ്ങിന് ആവശ്യമുള്ള റിസോഴ്സ് എടുക്കുക, റിലീസ് ഇറ്റ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പ്രിന്റിങ്. ആ ടൈമിൽ മാത്രമേ പ്രിന്ററിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ആ ടൈമിൽ എടുത്തിട്ട് റിലീസ് ചെയ്യാം. ഓക്കെ, അതാണ് കുറച്ചും കൂടെ സെക്കൻഡ് മെത്തേഡ് ആണ് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, ആവശ്യമുള്ളപ്പോഴും മാത്രമേ എടുക്കുന്നുള്ളൂ. നേരെ മറിച്ച് ഫസ്റ്റ് ടെക്നിക്കിന്റെ കേസിലാണെങ്കിൽ പ്രിന്റർ ഈസ് ഹോൾഡിംഗ് അല്ലേ? ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ പ്രിന്റർ ഹോൾഡ് ചെയ്തിട്ടാണുള്ളത് ലാസ്റ്റ് വരെ. ഓക്കെ, സെക്കൻഡ് കേസിലാണെങ്കിൽ ആവശ്യമുള്ളപ്പോഴാണ് പ്രിന്റർ എടുക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് റിലീസ്ഡ്. So by these 2 techniques, either of these 2 techniques, you can avoid hold and wait condition. Okay, ഈ രണ്ട് ടെക്നിക്കിനാണെങ്കിലും there is low resource utilization. ഓക്കെ, കാരണം എന്താ? ഇപ്പൊ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു പ്രിന്റർ ഫസ്റ്റ് തന്നെ എടുത്ത് വെക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ എടുത്ത് വെച്ചു. പക്ഷെ അതിന്റെ യൂസ് എവിടെയേ വരുന്നുള്ളൂ? ലാസ്റ്റ് പ്രിന്റിങ്ങിൽ മാത്രമേ വരുള്ളൂ. സോ അതുവരെ ആ റിസോഴ്സിന് ആർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഇസ് ലോ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഓക്കെ, റിസോഴ്സിന് ആദ്യം കയ്യിൽ വെക്കുക ആൻഡ് ഇറ്റ് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ ലോങ് പീരീഡ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിലൊന്നും യൂസ് ചെയ്യുന്നില്ല, ലാസ്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ദർ ഇസ് എ ചാൻസ് ഫോർ ലോ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് ഓൾസോ സ്റ്റാർവേഷൻ. സ്റ്റാർവേഷൻ മീൻസ് സം അതർ പ്രോസസ് വിൽ ബി വെയിറ്റിംഗ് ഫോർ ദിസ് റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും, സ്റ്റാർവേഷൻ. ഓക്കെ, ദീസ് ആർ ദ 2 ഡിസഡ്വാൻറ്റേജസ്, ലോ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റാർവേഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാ ഹോൾഡ് ആൻഡ് വെയിറ്റ് നമുക്ക് ഇല്ലാതാക്കുക? By using 2 protocols or 2 techniques. Either of the technique use ചെയ്തു കഴിഞ്ഞാൽ you can prevent hold and wait condition, so that you can prevent deadlock. Okay, അപ്പോൾ 2 cases ഓർമ്മയുണ്ടല്ലോ. Initial condition means you are acquiring all the resources before the execution. Second condition is that you are accessing the resources when it is needed. Okay, clear? ക്ലിയർ ആണോ? ഹോൾഡ് ആൻഡ് വെയിറ്റ്. നന്ദിത, നിവേദ്യ, പ്രിൻസ്, മിഥുൻ, ലിഖിത്, ജരീഷ്, അനുജ. ഓക്കെ, നിവേദ്യ, മറിയം, ലിയാന, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഈസ് നോ പ്രീംഷൻ. ഓക്കെ, ദെൻ തേർഡ് നെസസറി കണ്ടീഷൻ, ഒരു ഡെഡ് ലോക്ക് വരുവാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു നോ പ്രിയംഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് ഈ കണ്ടീഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നോ പ്രിയംഷൻ എന്ന് പറഞ്ഞ കേസ് ഫോൾസ് ആക്കി കഴിഞ്ഞാൽ യു ക്യാൻ പ്രിവെന്റ് ഡെഡ് ലോക്ക്. ഓക്കെ, അപ്പോൾ നോ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യു കനോട്ട് പ്രീംപ്റ്റ് ദ റിസോഴ്സസ് അല്ലെ? ഒരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത റിസോഴ്സ് എന്താണ്? പ്രീംപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അവരുടെ യൂസ് കഴിഞ്ഞിട്ട് അവർ റിലീസ് ചെയ്താൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതായിരുന്നു നോ പ്രിയംഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ. Okay, no preemption means if a process have some resources, another process cannot preempt that resources. അതായത് എടുക്കാൻ പറ്റില്ല until the first process has released. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിസോഴ്സസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നോ പ്രീംഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ. ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ ഡെഡ് ലോക്ക്. ഓക്കെ, ഡെഡ് ലോക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു നോ പ്രീംഷൻ. സോ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം? ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദിസ് കണ്ടീഷൻ ഡസ് നോട്ട് ഹോൾഡ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം യൂസിങ് സം ടെക്നിക്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ടെക്നിക്? എന്താണ് ടെക്നിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എ പ്രോസസ് ഇസ് ഹോൾഡിംഗ് സം റിസോഴ്സസ്, ഓക്കെ, ഇഫ് എ പ്രോസസ് ഇസ് ഹോൾഡിംഗ് സം റിസോഴ്സസ് ആൻഡ് ദാറ്റ് പ്രോസസ് വാണ്ട് സം അഡീഷണൽ റിസോഴ്സസ്. ഓക്കെ, കുറച്ച് റിസോഴ്സസ് കയ്യിലുണ്ട്, കുറച്ചും കൂടെ വേണം. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി അലോക്കേറ്റഡ്, പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ, ഫ്രീ അല്ല റിസോഴ്സസ്. സോ അറ്റ് ദാറ്റ് ടൈം എന്ത് ചെയ്യണം? ഈ പ്രോസസ്സ് നോർമലി വെയിറ്റ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ബട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പ്രോസസ്സിന്റെ കയ്യിലുള്ള എല്ലാ റിസോഴ്സസും എന്ത് ചെയ്യുക? റിലീസ് ചെയ്യാം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ പറയാം. ഒരു പ്രോസസ്സ് എ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്, അവരുടെ കയ്യിൽ കുറച്ച് റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, പക്ഷെ അവർക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിസോഴ്സസ് വേണം. ഓക്കെ, ബട്ട് അത് വേറെ ആരുടെയോ കയ്യിലുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈ പ്രോസസ് എക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇപ്പൊ വർക്ക് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, കാരണം റിസോഴ്സസ് അവൈലബിൾ അല്ല. സോ ഇറ്റ് ഷുഡ് വെയിറ്റ്, നോർമലി വെയിറ്റ് ചെയ്യണം. ഓക്കെ, പ്രീംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്, പ്രീംപ്ഷൻ ഹോൾഡ് ചെയ്യണം. പ്രീംപ്ഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരാൻ പാടില്ല. സോ വാട്ട് യു ആർ ഡൂയിങ് ഇസ് ദാറ്റ്, ഈ എ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവർക്ക് എല്ലാ റിസോഴ്സസും കിട്ടിയിട്ടില്ല. സോ വാട്ട് ഹാവ് ടു ഡു ഇസ് ദാറ്റ്, എയുടെ കയ്യിലുള്ള റിസോഴ്സസ്, ഇപ്പൊ എയുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണോ അതൊക്കെ റിലീസ് ചെയ്യാം. ബിക്കോസ് എക്ക് എന്തായാലും വർക്ക് ചെയ്യാൻ പറ്റില്ല, വെറുതെ വെയിറ്റ് ചെയ്യാണ്. സോ അവരെന്ത് ചെയ്യുക, അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്ത് ചെയ്യുക, റിലീസ് ചെയ്യാം. സോ ദാറ്റ് ആ റിസോഴ്സ് വേറെ ആർക്കെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, എന്നിട്ട് എപ്പോഴാണോ ഈ പ്രോസസ് എക്ക് വേണ്ട റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആവുന്നത്, ഓക്കെ, എപ്പോഴാണോ അവൈലബിൾ ആവുന്നത് ആ ടൈമിൽ മാത്രമേ വർക്ക് ചെയ്യാം. ഓക്കെ, അതാണ് കണ്ടീഷൻ. ഓക്കെ, ഇനീഷ്യലി ഒരിക്കലും കൂടി പറയാം, ഇനീഷ്യലി എ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്, ഇറ്റ് ഹാവ് സം റിസോഴ്സസ് ആൻഡ് ഓൾസോ ഇറ്റ് നീഡ്സ് സം അതർ റിസോഴ്സസ്. ഓക്കെ, ആ ഒരു അഡീഷണൽ റിസോഴ്സ് അവൈലബിൾ അല്ല. സോ എന്തായാലും എക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, എ ഷുഡ് വെയിറ്റ്, അതാണ് കണ്ടീഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്, എ വെയിറ്റ് ചെയ്യണം. സോ ആ ടൈമിൽ ഇപ്പം എയുടെ കയ്യിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതൊക്കെ പ്രീംപ്റ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ പ്രീംപ്റ്റ് ചെയ്യാൻ മീൻസ് അതൊക്കെ റിലീസ് ചെയ്യാം, പ്രീംപ്റ്റ് ചെയ്ത് റിലീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് വേറെ പ്രോസസ്സിന് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പൊ റിലീസ് ചെയ്ത റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് സം അതർ പ്രോസസ് ക്യാൻ വർക്ക്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, എപ്പോഴാണോ എക്ക് വേണ്ട റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആവുന്നത്, ദെൻ ദാറ്റ് പ്രോസസ് ക്യാൻ റീസ്റ്റാർട്ട്. ഓക്കെ, എല്ലാ റിസോഴ്സസും കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ റിലീസ് ചെയ്ത റിസോഴ്സസും അഡീഷണൽ ആയിട്ട് വേണ്ട റിസോഴ്സസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എ ക്യാൻ വർക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ നോ പ്രീംപ്ഷൻ. ഓക്കെ, നോ പ്രീംപ്ഷൻ ആണ് കണ്ടീഷൻ. നമ്മൾ എങ്ങനെയാ പ്രീംപ്റ്റ് ചെയ്യുന്നത്, ഇൻ കേസ് ആ പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള റിസോഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, പ്രീംപ്റ്റ് ചെയ്ത് കളയാം, റിലീസ് ചെയ്ത് കളയാം, പ്രീംപ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് ലേറ്റർ ഓൺ അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. എന്താ കണ്ടീഷൻ ആ ടൈമിൽ, ദേ ഷുഡ് ഹാവ് ഓൾ ദ റിസോഴ്സസ് ഇൻ ഹാൻഡ്. നേരത്തെ റിലീസ് ചെയ്തതും അഡീഷണൽ ആയിട്ട് വേണ്ടതുമായിട്ടുള്ള എല്ലാ റിസോഴ്സസും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എ ക്യാൻ റെസ്യൂം ദ എക്സിക്യൂഷൻ. ദിസ് ഈസ് ദ നോ പ്രീംപ്ഷൻ കേസ് ഫോർ ഡെഡ്ലോക്ക് പ്രിവെൻഷൻ. ക്ലിയർ ആണോ? ക്ലിയർ? റാസി, ഋതിക്, ആദിത്യ, ദിസ് ഇസ് എ കംപ്ലീറ്റ്ലി തിയറി പോർഷൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വരും. ഡെഡ്ലോക്ക് പ്രിവെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, അതിൽ ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നു അത് മാത്രം എഴുതിയാൽ മതി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഈസ് സർക്കുലർ വെയിറ്റ്. സർക്കുലർ വെയിറ്റിംഗ് എന്തായിരുന്നു, സർക്കുലർ വെയിറ്റ് ഈസ് ഓൾസോ എ കണ്ടീഷൻ ഫോർ ഡെഡ്ലോക്ക്. എന്തായിരുന്നു, വൺ പ്രോസസ് is waiting for the resources held by another process. Okay, P1 waiting for P2, P2 waiting for P3, Pn waiting for P1. സർക്കുലർ ഫാഷനിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുക, അതായിരുന്നു സർക്കുലർ വെയിറ്റിംഗ്. സോ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡിസൈഡ് ദാറ്റ് ദിസ് കണ്ടീഷൻ നെവർ ഹോൾഡ്. ഓക്കെ, ഈ ഒരു കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, യു ക്യാൻ സേ ദാറ്റ് യു ക്യാൻ പ്രിവെന്റ് ദ ഡെഡ്ലോക്ക്. ഓക്കെ, സർക്കുലർ വെയിറ്റ് ഓൾസോ ഷുഡ് നോട്ട് ഹോൾഡ്. ഓക്കെ, ഇതിൽ ഈ 4 എണ്ണത്തിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്തായാലും ഹോൾഡ് ചെയ്യണം. സോ അതർ 3 കണ്ടീഷൻസ് ആർ ദെയർ. ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തന്നെ ഹോൾഡ് ചെയ്യില്ല എന്നാണെങ്കിൽ യു ക്യാൻ പ്രിവെന്റ് ഡെഡ്ലോക്ക്. ഓക്കെ, അപ്പോൾ സർക്കുലർ വെയിറ്റും നമുക്ക് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. സോ ഫോർ ദാറ്റ് വി ആർ ഓർഡറിംഗ് ദ റിസോഴ്സസ്. ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്, യു ആർ ഓർഡറിംഗ് ഓൾ ദ റിസോഴ്സസ്. ഓക്കെ, അതായത് ഇഫ് യു ഹാവ് ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് ആൻഡ് പ്രിന്റർ ആസ് ദ റിസോഴ്സസ്. ഓക്കെ, ഡ്രൈവും ഹാർഡ് ഡിസ്കും പ്രിന്ററും നിങ്ങളുടെ കയ്യിലുണ്ട്. സോ യു ആർ ഗോയിങ് ടു പ്രൊവൈഡ് എ നമ്പർ, ഓക്കെ, ടു ഓൾ ദീസ് ഡിവൈസസ്. ഓക്കെ, ഡ്രൈവിന് ഒരു നമ്പർ കൊടുക്കുക, അപ്പോൾ 1 ആണെങ്കിൽ 1, ഡിസ്കിന് ഒരു നമ്പർ കൊടുക്കുക 2, പ്രിന്ററിന് 3, ഇങ്ങനെ നമ്പറിങ് കൊടുത്തിട്ട് ആ നമ്പറിങ് ബേസിൽ മാത്രം എന്ത് ചെയ്യുക, റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ടെക്നിക്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദാറ്റ് നമ്പർ. ഓക്കെ, റിസോഴ്സസിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് നമ്പറിൽ മാത്രം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് ദർ വോണ്ട് ബി എനി സർക്കുലർ വെയിറ്റ്. ഓക്കെ, സോ ഹിയർ എന്താണ് യൂസ് ചെയ്യുന്നത്, ദ ടെക്നിക് ഈസ് ടോട്ടൽ ഓർഡറിംഗ് ഓഫ് റിസോഴ്സസ് ആൻഡ് യു ആർ അലോട്ടിംഗ് ദ റിസോഴ്സസ് according to the increasing order of enumeration or numbering. Okay, that is the criteria for circular weight. That is, if all resources will be allocated some
unique integer number. Okay, and the resource allocation will be based on the increasing order of enumeration. Okay, this is the protocol or technique used in circular wait. Okay, so these are the 4 conditions. Okay, 4 strategies for deadlock prevention. Clear? Circular numbering ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഇപ്പം നമ്മുടെ ഡ്രൈവിന് 1 ആണ്, ഡിസ്കിന് 2, പ്രിന്റർ 3 നമ്മൾ പറഞ്ഞു. സോ ഒരു പ്രോസസ്സിന് എന്താണ് ഇൻക്രീസിങ് ഓർഡർ, ഇപ്പൊ ഡ്രൈവ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക് അലോക്കേറ്റ് ചെയ്യാം, നെക്സ്റ്റ് പ്രിന്റർ അലോക്കേറ്റ് ചെയ്യാം, അങ്ങനെ. ഇനി വേറൊരു പ്രോസസ്സിന് ഡിസ്ക് ആണ് കൊടുത്തതെങ്കിൽ ഡിസ്കിന്റെ നമ്പറിങ് 2 ആണ്, 2 ആണെങ്കിൽ അടുത്ത് അലോക്കേറ്റ് ചെയ്യേണ്ടത് 3 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇൻക്രീസിങ് ഫാഷനിലാണ് റിസോഴ്സ് അലോക്കേഷൻ വരിക, അത്രമാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദീസ് ആർ ദ ടെക്നിക്സ് യൂസ്ഡ് ടു പ്രിവെന്റ് ഡെഡ്ലോക്ക്. ഓൺലി ദർ ആർ 4 കണ്ടീഷൻസ്. ഈ 4 കണ്ടീഷൻസ് ആണ് ഡെഡ്ലോക്കിന് നമ്മൾ യൂസ് ചെയ്യണത്. ഡെഡ്ലോക്കിന്റെ കണ്ടീഷൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദ ഡെഡ്ലോക്ക് can be prevented. Clear? Clear ആണോ? മെസ്സേജ് ചെയ്തേ. ഋതിക്, അഭിനവ്, അഖിൽ, അമൽ, അനൈന, നബീൽ, സിസ്ഹാജ്, സങ്കീർത്തന. Okay, so that is deadlock detection. Next is deadlock avoidance. This can also be a university question. Deadlock avoidance. Okay, deadlock avoidance എങ്ങനെ ചെയ്യുന്നു? Okay, so deadlock prevention എന്തായിരുന്നു? നമ്മുടെ 4 conditions, necessary condionsന്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ deadlock prevention ചെയ്യാം. Okay, ഇനി now is deadlock avoidance. So deadlock prevention technique have some drawback. Okay, deadlock prevention നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ കുറച്ച് എന്താണ് ലോ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഉണ്ട്, സ്റ്റാർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. സോ ടു ഓവർകം ദാറ്റ് യു ആർ പ്രൊവൈഡിങ് എ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതംസ്. ഓക്കെ, ഡെഡ്ലോക്ക് അവോയ്ഡൻസ് എന്ന് പറഞ്ഞ കേസ് കൊണ്ടുവരുന്നു. ഓക്കെ, സോ ഹിയർ we consider that the system will be having some additional information available. ഓക്കെ, നേരത്തെ ഡെഡ്ലോക്ക് പ്രിവെൻഷനിൽ ജസ്റ്റ് 4 സ്ട്രാറ്റജീസിൽ കുറച്ച് ടെക്നിക്സ് മാത്രം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. അവോയ്ഡൻസ് പറയുമ്പം യു ആർ പ്രൊവൈഡിങ് ദ സിസ്റ്റം വിത്ത് സം അഡീഷണൽ ഇൻഫർമേഷൻ. ഓക്കെ, ആ അഡീഷണൽ ഇൻഫർമേഷനിൽ വരുന്നതാണ് മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സസ് ഓഫ് ഈച്ച് ടൈപ്പ്. ഓക്കെ, അതായത് നമ്മൾ അവോയ്ഡൻസ് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം, കുറച്ചും കൂടെ എക്സ്ട്രാ ഇൻഫർമേഷൻ വേണം. ഓക്കെ, അതിൽ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സസ്. ഒരു റിസോഴ്സ് തന്നെ എത്ര ടൈപ്പ് ഉണ്ട്, അതിന് മാക്സിമം നമ്പർ എത്രയാണ്, ആ ഇൻഫർമേഷൻ ഒക്കെ ഓൾറെഡി അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അൽഗോരിതം ഫോം ചെയ്തിട്ട് യു ക്യാൻ അവോയ്ഡ് ദ ഡെഡ്ലോക്ക്. ഓക്കെ, ഇപ്പം ഒരു സിസ്റ്റത്തിൽ 5 പ്രിന്റർ ഉണ്ട്, 5 ഹാർഡ് ഡിസ്ക്, 5 പ്രിന്റർ, 5 ടാപ്പ് ഡ്രൈവ്, 10 അതർ ഫയൽസ്, ഓക്കെ, 10 എക്സിക്യൂഷൻ ഫയൽസ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മാക്സിമം നമ്പർ എത്രയാണ്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഫോം എ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം, ഡെഡ്ലോക്കിനെ അവോയ്ഡും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഡെഡ്ലോക്ക് അവോയ്ഡൻസിൽ ജസ്റ്റ് പ്രയർ ഇൻഫർമേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, അങ്ങനെ എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ബിഫോർ ദാറ്റ് യു ഹാവ് ടു നോ വാട്ട് ഈസ് സേഫ് സ്റ്റേറ്റ്. ഓക്കെ, സേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഇഫ് ദർ ആർ n പ്രോസസ്, ഓക്കെ, n പ്രോസസ് ഉണ്ടെങ്കിൽ നമുക്കൊരു സീക്വൻസ് ഫോം ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഒരു സീക്വൻസ് ഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ then the system is in safe state. ഓക്കെ, സേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോസസ്സിന് റിക്വസ്റ്റ് ഉണ്ട്, ആ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ then that process is safe. അങ്ങനെ നമുക്ക് സീക്വൻസ് ആയിട്ട് പ്രോസസ്സിന്റെ ഒരു സീക്വൻസ് റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഡെഡ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് പ്രോസസ് ഈസ് ഇൻ സേഫ് സ്റ്റേറ്റ്. അതാണ് സേഫ് സ്റ്റേറ്റിന്റെ മീനിങ്. ഓക്കെ, ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ സേഫ് സ്റ്റേറ്റ്. ദാറ്റ് ഈസ്
System is in safe state if there exists a sequence P1, P2, Pn. If there are n process P1, P2, P3 till Pn എന്ന് പറഞ്ഞ സീക്വൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ okay, then that system is in safe state. Otherwise, system will be in unsafe state. Okay, safe state ഉണ്ട് unsafe state ഉണ്ട്. Safe ആണെങ്കിൽ അവിടെ deadlock ഉണ്ടാവില്ല. Unsafe ആണെങ്കിൽ there is a chance for deadlock. Okay, so അതാണ് സേഫ് സ്റ്റേറ്റിന്റെ മീനിങ്. സോ നമ്മൾ ഇവിടെ എന്താണ് കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, എക്സ്ട്രാ ഇൻഫർമേഷനും കൂടി പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് എ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം ആണ്. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വി ഹാവ് സ്റ്റഡീഡ് ഇറ്റ് അല്ലേ, ഒരു ഗ്രാഫ് നമ്മൾ പഠിച്ചിരുന്നത്. ആ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം പറയുന്നത്. ഓക്കെ, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് ഈ നോ എന്തായിരുന്നു, പ്രോസസ്സും റിസോഴ്സും തമ്മിലുള്ള കണക്ഷൻ അല്ലെ, റിക്വസ്റ്റ് എഡ്ജും ഉണ്ട് അസൈൻമെന്റ് എഡ്ജും ഉണ്ട് അതിൽ. സോ ദാറ്റ് കണക്ടിവിറ്റി ആണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഗ്രാഫ് വി ക്യാൻ പ്രൊവൈഡ് എ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം. ഓക്കെ, സോ ഈ ഡെഡ്ലോക്ക് അവോയ്ഡൻസിലാണ് സേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദ സിസ്റ്റം ഷുഡ് ഡിസൈഡ് ഓക്കെ ഇഫ് ദാറ്റ് റിസോഴ്സ് അലോക്കേഷൻ ഈസ് ഇൻ സേഫ് സ്റ്റേറ്റ് ഓർ നോട്ട്. ഓക്കെ, ഒരു പ്രോസസ്സ് ഒരു റിക്വസ്റ്റ് കൊടുത്തു, ആ റിക്വസ്റ്റ് അലോട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം എന്ത് ചെക്ക് ചെയ്യും, നമ്മുടെ സിസ്റ്റം അങ്ങനെ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം സേഫ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ പറ്റും. സോ ദർ ഷുഡ് ബി സം കണ്ടീഷൻസ് ഫോർ ദാറ്റ്. ആ കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു സിസ്റ്റം സേഫ് ആക്കുക എന്നുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒരു പ്രിന്ററിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. പ്രിന്ററിന് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെക്ക് ചെയ്യും, പ്രിന്റർ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഇനി പ്രിന്റർ അവൈലബിൾ ആണെങ്കിൽ P1 കൊടുത്താൽ സിസ്റ്റം എന്താവും, സിസ്റ്റം ഡെഡ്ലോക്കിലോട്ട് പോവോ അല്ലെങ്കിൽ സേഫ് സ്റ്റേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് ഈ അൽഗോരിതം ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതത്തിൽ നോക്കുന്നത്. ആൻഡ് ഹിയർ ദ അൽഗോരിതം ഈസ് ആക്ച്വലി റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം. So you have to study some algorithm here. Resource allocation graph algorithm, Banger's algorithm, very important. Problems on Banger's algorithm also you have to study. അത്ര മാത്രമേ ഇത് പഠിക്കാനുള്ളൂ, ബാക്കി തിയറി ആണ്. ബാക്കി ചെറിയൊരു ബാങ്കേഴ്സ് അൽഗോരിതം കഴിഞ്ഞാൽ ജസ്റ്റ് സ്മോൾ ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ ബേസ്ഡ് ഓൺ തിയറി. ഓക്കെ, സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് സേഫ് സ്റ്റേറ്റ്. സേഫ് സ്റ്റേറ്റിൽ ഡെഡ്ലോക്ക് ഉണ്ടാവില്ല, അൺസേഫ് ആണെങ്കിൽ ഡെഡ്ലോക്ക് ഉണ്ടാവും. സോ ഏതൊരു റിക്വസ്റ്റ് വരുമ്പോഴും സിസ്റ്റം എന്ത് ചെയ്യണം, സിസ്റ്റത്തിന്റെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്, പ്രയോറി ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് എക്സ്ട്രാ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, അഡീഷണൽ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, ദാറ്റ് ഈസ് മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സസ്, കറന്റ്ലി അവൈലബിൾ റിസോഴ്സസ്. ഓക്കെ, അതിന്റെ അങ്ങനെ എക്സ്ട്രാ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണെങ്കിൽ ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സിസ്റ്റം ചെക്ക് ചെയ്യും. ഓക്കെ, വെൻ എ പ്രോസസ് റിക്വസ്റ്റ് കംസ്, ഇത് അലോട്ട് ചെയ്യാൻ പറ്റുമോ, അലോട്ട് ചെയ്ത് പറ്റിക്കഴിഞ്ഞാൽ ഇത് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെദർ ഇറ്റ് വിൽ ബി ഇൻ സേഫ് സ്റ്റേറ്റ്, അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല, ഡെഡ്ലോക്ക് പ്രിവെൻഷനിൽ ഇല്ല. ഓക്കെ, എക്സ്ട്രാ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഡെഡ്ലോക്ക് പ്രിവെൻഷൻ ഇല്ല. അത് വരുന്നത് എവിടെയാണ്, അവോയ്ഡൻസിലാണ്. ആൻഡ് യൂസിങ് ദാറ്റ് എക്സ്ട്രാ ഇൻഫർമേഷൻ വി ആർ ഡിസൈഡിങ് വെദർ എ സിസ്റ്റം ഈസ് സേഫ് ഓർ നോട്ട്. ക്ലിയർ? സോ അതിന്റെ ടെക്നിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, clear? Attendance. Ashish Anil, Abhinav, Abhishek, Aditya, Aishwarya, Agil K, Amal, Anaina, Amina, Anirudh, Anchita, Anuja, Anupama, Aromal, Arpit, Arundat, Ashwin, Fasna, Fatima Ramshada, Hrutul, Jarish, Khadija Shirin,
Ligit, Mariam Liana, Mithun, Nasif, Rasi, Nasif absent, Rasi, Minhaj, Nihal, Sali, Shafiq, Nabil, Nanda, Nandita, Nivedya, Nuha, Prince, Rishikesh, Riswin, Ritik, Rohit, Safil, Sankirtana, Sarang, Sejal, Sevin, Shabin, Sishaj, Tanusri, Teja, Tulasi, Vaishnavi, Vishnu, Vaishna, Yadav, Anish, Amal, wait here. So absent is Nasif, Nihal, Shafiq, Sali, Sevin, and Anish. Okay, so as I have told, you will be having Viva for the lab today, and I will be issuing lab experiment. Okay, pending lab experiments എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് സെൻഡ് ചെയ്യുക. കുറേ പേര് സ്റ്റാർട്ടിങ് ലാബ് എക്സ്പെരിമെന്റ്സ് സബ്മിറ്റ് ചെയ്യാത്തവരുണ്ട്, സോ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, then attend the Viva at 2 o'clock. 2 quiz will be there, 20 minutes. Okay, 10 questions, 20 minutes. Okay, so thank you.